അപ്പോൾ വലിയ പ്രതിസന്ധി ഇപ്പോൾ രൂപപ്പെട്ട് നിൽക്കുന്ന തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. തോട്ടപ്പള്ളി പൊഴിയിൽ വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ സംവിധാനമുണ്ടോ? ഇപ്പോൾ കിഴക്കൻ മേഖലയിൽ, നമ്മുടെ പശ്ചിമഘട്ട മേഖലയിൽ ഉണ്ടാകുന്ന വലിയ ആഘാതം, കോരിച്ചൊരിയുന്ന പേമാരി, ആ മഴ കുത്തിയൊലിച്ചെത്തുന്ന ജലം, നമ്മുടെ നദികൾക്ക് വെള്ളത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അവ പരന്നൊഴുകുകയാണ്. മാത്രമല്ല പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകൾ കഴിഞ്ഞ് താഴേക്ക് എത്തുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ആറന്മുള അടക്കമുള്ള മേഖലകൾ അവിടേക്ക് എത്തുമ്പോൾ പരന്നൊഴുകുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്തുമൊക്കെ നമ്മൾ പിന്നീട് കണ്ടതാണ്. തിരുവല്ല, ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലയിൽ പരന്ന് ജലം ഒഴുകുകയാണ്. പിന്നീട് സമുദ്രത്തെക്കാൾ ജലനിരപ്പ് താഴെയായ കുട്ടനാട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ കിഴക്കൻ മേഖലയിൽ ജലം കുത്തിയൊഴുകി എത്തുമ്പോൾ അത് കൃത്യമായി കടലിലേക്ക് ഒഴുകിപ്പോകാനുള്ള പാത എങ്ങനെയാണ് ഇപ്പോൾ അടഞ്ഞു പോയത് എന്ന വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവിടെ നദികൾ, തോടുകളടക്കം ശുചീകരിക്കേണ്ട ആവശ്യകതയിലേക്ക് ഇപ്പോൾ ചർച്ചകൾ എത്തുകയാണ്. തോട്ടപ്പള്ളി പൊഴിയിൽ വെള്ളം ഒഴുകിപ്പോകാൻ കൃത്യമായ സംവിധാനങ്ങളുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതിനിടയിലാണ് മുൻ മന്ത്രി, ആലപ്പുഴ പ്രധാനപ്പെട്ട നേതാവ് സജി ചെറിയാന്റെ പ്രതികരണം എന്ന് വരുന്നത്. മുട്ടോളം ആഴം മാത്രമാണ് ഈ പൊഴിയിലുള്ളത്, ജലമൊഴുക്കി കഴിയാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല എന്നാണ് മുൻ മന്ത്രി കൂടിയായ സജി ചെറിയാന്റെ പ്രതികരണം. പൊഴി ഇനിയും മുറിച്ചില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുന്ന അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെയെങ്കിൽ പൊഴിയുമായി ബന്ധപ്പെട്ട അടിയന്തരമായ ഒരു ഇടപെടലാണ് ഇനി ഉണ്ടാകേണ്ടത്. ഈ തോട്ടപ്പള്ളിയിലെ പൊഴി മുറിക്കുക, പൊഴി സ്വാഭാവികമായി മുറിയും എന്നാണ് ഇറിഗേഷൻകാർ പറയുന്നതെങ്കിൽ ആ പ്രോസസ്സ് നടക്കുന്നില്ല. അപ്പോൾ യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പൊഴി മുറിച്ച് മണ്ണ് മാറ്റി സാധാരണ മണ്ണ് മാറ്റുന്ന രീതിയല്ല, താഴ്ത്തി മണ്ണെടുത്ത് മാറ്റണം. ഇപ്പൊ തന്നെ നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ, ഒരാളിന്റെ മുട്ടിന് താഴെ മാത്രമാണ് വെള്ളമുള്ളത് പൊടിയിൽ. അപ്പൊ ഈ ഒഴി വരുന്ന വെള്ളം എങ്ങനെ അങ്ങോട്ട് ഒഴുകി പോകുന്നത്? പുതിയ സർക്കാരിന്റെ ഭാഗത്തുള്ള മറുപടി 2018 മുതൽ ചെയ്യേണ്ടത് ഒന്നും ഈ തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല. അതാണ് ഈ കുട്ടനാട്ടിലെ അടക്കം വലിയ പ്രതിസന്ധിക്ക്, ആ പ്രതിസന്ധി ഇപ്പോൾ നിൽക്കാനുള്ള കാരണം എന്താണ്? ആ നാട്ടുകാരൻ കൂടിയ പ്രധാനപ്പെട്ട നേതാവ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. തോട്ടപ്പള്ളി സ്പിൽവേ പൊഴിയിലെ മണ്ണ് നീക്ക നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ്, അതിനുവേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വിശദീകരിക്കുന്നുണ്ട്. മണ്ണ് നീക്കം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് കൂടി പുതിയ സർക്കാരിന്റെ ഭാഗമായി അദ്ദേഹം പറയുകയാണ്. ലീഡിംഗ് ചാനൽ ആഴം കൂട്ടൽ, സ്പിൽവേയിൽ കൂടുതൽ വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള നടപടിയെടുത്തു എന്നടക്കം സാങ്കേതികമായ ചില കാര്യങ്ങൾ കൂടി എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥിരം സംവിധാനം ഒരുക്കാനാണ് പുതിയ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന സ്പിൽവേ ഷട്ടറുകൾ മാറ്റുമെന്ന് സർക്കാർ പറയുന്നു. AC റോഡിന്റെ വിഷയത്തിൽ ഇപ്പോൾ അന്വേഷണമല്ലല്ലോ വേണ്ടത്, ഇപ്പോൾ ദുരിതാശ്വാസ പരിപാടികളിലേക്കാണല്ലോ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്നുകൂടി ആഭ്യന്തരമന്ത്രി പറയുകയാണ്. ഇപ്പോൾ അവിടുത്തെ റോഡ് നിർമ്മാണം, അവിടുത്തെ ശുചീകരണം, തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ, അക്കാര്യങ്ങളിലൊക്കെ ഒരു പുനരാലോചന വേണം എന്ന വലിയ പ്രതിസന്ധി കൂടിയാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഒഴുക്ക് നിർബാധം തുടരത്തക്ക നിലയിൽ ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം സൂചിപ്പിച്ചു. പിന്നെ മണ്ണ് മാറ്റുന്നുണ്ട്. 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചു, 3 യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലീഡിംഗ് ചാനലിൻ്റെ ആഴം വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ സ്പിൽവേയിലൂടെ കൂടുതൽ വെള്ളം ഒഴുക്കി കളയുക, ഇതാണ് വേണ്ടത്. ഇപ്പം അതിനുള്ള നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവിടുന്ന് ഈ വെള്ളം ഒഴുകി വരുമ്പോൾ ഇത് കടലിലേക്ക് പതിക്കുന്നില്ല എങ്കിൽ കൂടുതൽ ക്യാമ്പുകൾ വേണ്ടി വരും, പ്രദേശങ്ങളൊക്കെ മുങ്ങും. ഇതാണ് പ്രശ്നം. ഇതാണ് 2018 പ്രശ്നം, ഇത് തന്നെയാണ്. പക്ഷെ അത് കുറേ കൂടി ജാഗ്രതയിൽ ഇനിയിപ്പോൾ ഈ മണ്ണ് മാറ്റുകയും വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്.